ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. വലിയ വിശേഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ സമയം ഏകദേശം 1:25 ആയിട്ടുണ്ട്. എൻ്റെ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചോറ് കുക്കറിലാക്കിയിട്ടുണ്ട്, മീൻകറി ആക്കിയിട്ടുണ്ട്. മീൻകറി വെക്കാൻ ചട്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചരുവം വെച്ചേ. ഇത് ഹെൽത്തിന് ഒട്ടും ഓക്കെ അല്ല, ഈ ഒരു ചരുവത്തിലൊക്കെ ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കുന്നത്. എന്നാലും ചട്ടിയൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് അതിലേക്ക് ആക്കാം. പിന്നെ സാമ്പാർ ആക്കിയിട്ടുണ്ട്, കുക്കർ സാമ്പാറാണ്. പിന്നെ തോരനും ആക്കിയിട്ടുണ്ട്. ഈ സമയം ഏട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. ഏട്ടന് ഞാൻ ഫുഡ് വിളമ്പി കൊടുക്കുകയാണ്. ചോറ് വിളമ്പി, മീൻകറി എടുക്കുന്നുണ്ട്. ഏട്ടന് ചാറ് ഭയങ്കര ഇഷ്ടമാണ്, അപ്പം ഞാൻ ചാറ് കൂട്ടി എടുക്കുന്നുണ്ട്. പിന്നെ ക്യാബേജ് മെഴുക്കുപുരട്ടിയാണ്. ഇത് ഞാനൊരു യൂട്യൂബ് ചാനൽ നോക്കിയിട്ട് അതേപോലെ ഉണ്ടാക്കിയതാണ്. ക്യാബേജ് മെഴുക്കുപുരട്ടി നല്ല ടേസ്റ്റാട്ടോ. പിന്നെ സാമ്പാർ എടുക്കുന്നുണ്ട്. പിന്നെ ഏട്ടന് ഫുഡ് വിളമ്പി കൊടുത്തു കഴിഞ്ഞിട്ട് ഞാനും ഫുഡ് എടുത്തിട്ട് വന്ന് കഴിക്കുന്നുണ്ട്. എന്താ പറയുക, ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മീൻകറിയും കൊള്ളാം. ഞാൻ പ്രതീക്ഷിച്ചതിൽ അപ്പുറം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മീൻകറി വെച്ചത്. ഉച്ചയൂണ് എല്ലാം തട്ടിക്കൂട്ട് കറികളാണ് കേട്ടോ. സാമ്പാറിലധികം കഷ്ണങ്ങളോ ഒന്നുമില്ല. ഒരു വെണ്ടയ്ക്കല്ല, മുരിങ്ങയ്ക്ക ഉണ്ട്, പിന്നെ കിഴങ്ങ്, തക്കാളി, അത്രയേ ഉള്ളൂ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം സമയം ഏകദേശം 4 മണി ആയിട്ടുണ്ട്. എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. തല ഞാൻ നനച്ചില്ല. തല നനച്ചാൽ എനിക്ക് മുടി ഉണങ്ങത്തില്ല പെട്ടെന്നൊന്നും, അതുകൊണ്ട് ഞാൻ തല നനച്ചില്ല. പിന്നെ കാപ്പി വെച്ചു. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ നമ്മൾ കപ്പലണ്ടി ഉണ്ടല്ലോ, അതാണ് കഴിക്കുന്നത്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ഉപ്പും പിന്നെ വറുത്തിട്ട് ഉപ്പൊക്കെ ചേർത്ത് ഞാൻ തോന്നുന്നു, പക്ഷെ നല്ല രുചിയുണ്ട്. ഞാൻ കുറച്ചേ കഴിക്കത്തുള്ളൂ, എന്നാലും ഇതിൻ്റെ രുചി കാരണം കുറേ കഴിച്ചു കേട്ടോ. എൻ്റെ വയറ് നിറഞ്ഞു. പിന്നെ ഞാൻ ബാൽക്കണിയിലൊന്നും ഇറങ്ങിപ്പോയിരുന്നില്ല, ഇവിടെ അകത്തിരുന്ന് കാപ്പി കുടിക്കാമെന്ന് കരുതി. പിന്നെ വേറെന്താ, ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് മുറിയൊക്കെ അടിച്ചു വാരാനും വിളക്ക് വെക്കാനും. പിന്നെ ഒന്ന് കുറച്ച് പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും കേട്ടോ, പുറത്തിറങ്ങിയിട്ട്. ഇപ്പം ഇതിൻ്റെ അകത്ത് തന്നെ ഇരിക്കുക വെച്ച് കഴിഞ്ഞാൽ മടി പിടിക്കും. ഇത് കണ്ടോ ഫ്രൂട്ട്സ്. ഏട്ടൻ ജമ്മുവിൽ പോയിട്ട് വന്നപ്പം വാങ്ങിയിട്ട് വന്നതാണ്. ഈ പഴമില്ലേ, ഈ പഴത്തിന് നല്ല മധുരമാണ്. പിന്നെ കുറേ ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇത് കേടാകുന്നുണ്ട് അകം കൊണ്ട്. അപ്പോൾ ഇത് കൊണ്ടുവന്നപ്പോൾ നല്ല മഞ്ഞ കളറായിരുന്നു. കുറേ ദിവസം ഇരുന്നിട്ടാണ് ഇതിൻ്റെ തോലൊക്കെ ഇങ്ങനെ കറുത്തത്. ഞാൻ താഴേക്ക് ഇറങ്ങി ചെന്നപ്പം ദാണ്ടെ വെളുമ്പനാണെങ്കിൽ ഇവിടെ ഇരിപ്പുണ്ട്. എന്നെ കണ്ടപ്പം വാലൊക്കെ ആട്ടുന്നുണ്ട്, സ്നേഹപ്രകടനം കാണിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഇവൻ്റെ കണ്ണും മുഖവും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇവനെ ഒന്ന് തലയിലൊക്കെ തടവിയപ്പോഴത്തേനും ദാണ്ടെ ആ കൊച്ചുപട്ടി ഉണ്ടല്ലോ, അവനിങ്ങ് ഓടി വന്നു. അവൻ ഭയങ്കര കുശുമ്പനാണ്. സമയം ഇപ്പോൾ ഏകദേശം 5:30 ആയിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്ന ബഹളവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഈ സമയം ഞാൻ ബാൽക്കണി വന്നിരുന്നിട്ട് ഈ പിള്ളേർ കളിക്കുന്നതൊക്കെ ഞാൻ ഇങ്ങനെ നോക്കും. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്ന് വെച്ചാൽ, കുട്ടികളായിക്കഴിഞ്ഞാൽ മറ്റു കുട്ടികളോട് മിങ്കിൾ ചെയ്ത് ഇങ്ങനെ കളിക്കണം. ഇങ്ങനെ കളിക്കാൻ സാഹചര്യം കിട്ടിയില്ലെങ്കിൽ കുട്ടികളെ മണ്ണിലേക്ക് ഇറക്കി വിടുക. അവർ മണ്ണ് വാരി തലവഴി കൂടി ഇടട്ടെ, അല്ലെങ്കിൽ മണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് കളിക്കട്ടെ. പിന്നെ അതുപോലെ തന്നെ മഴ നനയട്ടെ. ഇങ്ങനെ മണ്ണ് വാരി കളിക്കുമ്പോഴും മഴ നനയുമ്പോഴും കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടും, അതായത് രോഗപ്രതിരോധ ശേഷി കൂടും. അല്ലാതെ എപ്പോഴും കുട്ടികളുടെ ശല്യം കാരണോ ബഹളം കാരണോ പേരൻസ് കുട്ടികൾക്ക് ഫോൺ എടുത്ത് കൊടുക്കുക, 24 മണിക്കൂറും ഫോണിൽ കുട്ടികളെ ഫോണിനങ്ങ് അഡിക്റ്റ് ആക്കുക. പിന്നെ എപ്പോഴും അങ്ങ് ഫോൺ കൈ കൊടുക്കുക, ശല്യം കാരണം കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടി ഫോണിന് അഡിക്റ്റ് ആവും. പിന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങൾ 2ാം തവണയും കുട്ടിക്ക് ഫോൺ കൊടുക്കും, 3ാമത്തെ തവണയും ഫോൺ കൊടുക്കും, 4ാമത്തെ തവണയും ഫോൺ കൊടുക്കും. പിന്നെ കുട്ടികളുടെ ശല്യം കാരണം നിങ്ങൾ കുട്ടിയെ എടുത്തിട്ട് അടിക്കും. കുട്ടി വാശി പിടിക്കുമ്പോൾ കുട്ടിക്ക് തരത്തില്ല എന്ന് നിങ്ങൾ പറയും. കുട്ടിക്ക് വാശി കൂടും. പിന്നെ അവൻ ബഹളമാവും, നിങ്ങൾ അടി കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെ എന്തിനാ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത്? അതിൽ പകരം നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ അങ്ങ് പുറത്ത് കളിക്കാൻ വിടുക, മണ്ണിൽ കളിക്കട്ടെ, മണ്ണ് വാരി എറിയട്ടെ. ദയവ് ചെയ്ത് നിങ്ങൾ കുട്ടികൾക്ക് ഫോൺ കൊടുക്കാതിരിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇവിടുത്തെ കുട്ടികൾ ഫോൺ അങ്ങനെ യൂസ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടേ ഇല്ല. പക്ക ഡിസിപ്ലിനാണ് കുട്ടികളൊക്കെ. കുഞ്ഞു കുട്ടികളാണെങ്കിൽ അവർ വികൃതി കാണിച്ച് അവിടെ ഇവിടെയൊക്കെ ഓടി നടക്കും. അല്ലാതെ ഇത്തിരി മുതിർന്ന കുട്ടികളാണെങ്കിൽ ഭയങ്കര ഡിസിപ്ലിൻ ആയിട്ടാണ് വന്ന് നിൽക്കുന്നതും ഇരിക്കുന്നതും എല്ലാം. അപ്പം അവരുടെ പേരൻസ് അതേപോലെ ആയിരിക്കുമല്ലോ അവരെ വളർത്തിയിട്ടുണ്ടാവുന്നത്. 6:15, 6:20 ആയപ്പം ഞാൻ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. കുറേ നേരം ഞാനിങ്ങനെ ദൈവത്തിൻ്റെ ഭക്തിഗാനങ്ങളും പിന്നെ മന്ത്രങ്ങളും ഇങ്ങനത്തുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ നമ്മുടെ യൂട്യൂബിൽ, അത് പ്ലേ ചെയ്തിട്ട് അങ്ങനെ കേൾക്കും. ഇനിയിപ്പോൾ അങ്ങനെ കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാനിങ്ങനെ ഓം നമ ശിവായ എന്ന് പറഞ്ഞ് കുറേ നേരം കണ്ണടച്ച് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ജപിക്കും.
പിന്നെ അത് കഴിഞ്ഞിട്ട് ഓം നമോ നാരായണ ഇങ്ങനത്തുള്ള മന്ത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കുറേ നേരം ഇങ്ങനത്തുള്ള മന്ത്രങ്ങളും ഇങ്ങനെയൊക്കെ ജപിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് പവർ ഉണ്ടല്ലോ, അത് എന്താ പറയുക, നമുക്ക് ഒരു വീഡിയോയിൽ കൂടെ ഒരിക്കലും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അത്രയ്ക്കൊരു പ്രത്യേക ഒരു മനസ്സിനൊരു സുഖമാണ് കേട്ടോ. ഈ സമയമായപ്പോൾ ഏട്ടൻ വന്നപ്പോൾ ഞാൻ കതവ് തുറന്ന് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ കിച്ചണിലേക്ക് വന്നു. മീൻ ഫ്രൈ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാണ്. ഇത് ഏട്ടൻ വന്നപ്പോൾ കൊണ്ടുവന്ന കറിവേപ്പിലയാണ്. വലിയ എന്താ പറയുക, മണമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഏതാണ്ട് കാട്ടു കറിവേപ്പിലയാണെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിലത്തെ കറിവേപ്പിന് കണക്കൊരു തണ്ടിട്ട് കഴിഞ്ഞാൽ എന്തോ മണമാണ്. പക്ഷേ ഇത് കുറേ ഇട്ടാൽ മാത്രമേ ഒരു മണം അറിയത്തുള്ളൂ. എന്തായാലും ഞാൻ അതിൽ നിന്ന് കുറച്ച് കറിവേപ്പില പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ മീൻ കറി വെച്ചപ്പം കുറച്ച് മീൻ കഷ്ണം ഉണ്ടല്ലോ, അതിൽ നിന്ന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് ഇന്നത്തേനെ എടുക്കാനല്ല, അത് ഫ്രൈ ചെയ്ത് അങ്ങനെ മാറ്റി വെക്കുന്നതാണ്. അത് നാളത്തേനോ അല്ലെങ്കിൽ മറ്റന്നാളത്തേനോ എടുക്കാനാണ്. ഇവിടെ തണുപ്പോ കാര്യങ്ങളോ ആയതുകൊണ്ട് ഫ്രിഡ്ജിൻ്റെ ആവശ്യമൊന്നുമില്ല. ഫ്രൈ ചെയ്ത് അങ്ങനെ വെച്ചാൽ മതി, കേടൊന്നും ആവത്തില്ല. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് മുളക് പൊടി എടുക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഉപ്പ്. പിന്നെ ഈ പാത്രം ഉണ്ടല്ലോ, ഞാൻ കടുക് പൊട്ടിക്കാൻ നേരത്ത് കുറച്ച് എണ്ണ കൂടിപ്പോയി. അപ്പം ഞാൻ ഈ പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ മാറ്റി വെച്ചു. അതിലേക്കാണ് ഞാൻ ഈ മുളക് പൊടിയും പിന്നെ കാര്യങ്ങളൊക്കെ ഇടുന്നത്. പിന്നെ ഞാനുണ്ടല്ലോ കുരുമുളക് പൊടി ഇടാൻ മറന്നുപോയി. പിന്നെ ലാസ്റ്റ് ഞാൻ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ തിരുമ്മി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഉപ്പുണ്ടോ നോക്കി കേട്ടോ. എനിക്ക് എപ്പോഴും അബദ്ധം പറ്റുന്നതാണ്, ഒന്നെങ്കിൽ ഉപ്പ് കൂടിപ്പോവും അല്ലെങ്കിൽ ഉപ്പ് കുറഞ്ഞു പോവും. പക്ഷേ എന്തായാലും ഇപ്രാവശ്യം എടുത്തത് കറക്റ്റ് പരുവത്തിനായിരുന്നു കേട്ടോ. ബാക്കി എടുത്തു വെച്ചേക്കുന്ന മീനെല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് എന്താ പറയുക, ആ ഒരു മസാലയില്ലേ അതെല്ലാം ഒന്ന് പിടിച്ച് കിട്ടട്ടെ. എന്നിട്ട് ഇത് ഇങ്ങനെ ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഏതാണ്ട് ഒരു 15-20 മിനിറ്റോളം ഞാൻ ഈ മീനിനെ അങ്ങനെ മാറ്റി വെച്ചു. ആ ഒരു ഉപ്പും എരിയും കാര്യങ്ങളൊക്കെ ഒന്ന് പിടിക്കട്ടെ എന്ന് കരുതി. പിന്നെ ഞാനൊരു ഇരുമ്പിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്, എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലോ, ഈ മീൻ വറക്കാൻ നേരത്ത് ഞാൻ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. ഞാൻ ഈ മീൻ വറക്കാൻ നേരത്ത് ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഉലുവയുണ്ടല്ലോ, പൊടിക്കാത്ത ഉലുവ, ആ ഉലുവ ഒരു 5-6 എണ്ണം, ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി, ഉലുവ ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേനും പിന്നെ കറിവേപ്പില ഇതുപോലെ നിവർത്തിയിടും അതിൻ്റെ പുറത്തേക്ക് ചട്ടിയുടെ പുറത്തേക്ക്. എന്നിട്ട് മീൻ ഇട്ട് കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കും. എന്നിട്ട് പിന്നെ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ വിടും വറക്കാൻ. ഇത് നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ. എന്താ പറയുക, കറിവേപ്പിലയും ഉലുവയും ഈ മണങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരു നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റുമാണ്, ഒരു പ്രത്യേക തരം മണമാണ്. പിന്നെ ഇവിടുന്ന് മീൻ വറുത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഏരിയയിലുള്ള എല്ലാവർക്കും ആ ഒരു മീനിൻ്റെ മണവും കിട്ടും. മണം കിട്ടുന്നത് മാത്രമല്ല, കഴിക്കാനും നല്ല രുചിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ മീൻ വറുത്ത് നോക്കി, അടിപൊളിയായിരിക്കും. പിന്നെന്താ, ഞാൻ മീൻ ഫുള്ളായിട്ടൊന്ന് വറുക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടമായ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി എന്തൊക്കെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിൽ കൂടെയും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതിന് നല്ല കാര്യം ആയിക്കോട്ടെ ചീത്ത കാര്യം ആയിക്കോട്ടെ, എന്ത് കാര്യം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം. പിന്നില്ലേ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. പലരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ടില്ല, ക്ലിക്ക് ചെയ്യാതാണ് കാണുന്നത്. അപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിളും കൂടെ ചെയ്തിട്ട് വീഡിയോ കണ്ടേക്ക് കേട്ടോ. അപ്പോൾ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പം തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് വേണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.